എൻ്റെ കയ്യിലുള്ളത് നമ്മളെ സോഫ്റ്റ് ഡ്രിങ്ക് പെപ്സിയാണ്. ഞാനത് സാധാരണ ആരെയും പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഈ പെപ്സി ബോട്ടിൽ കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇൻവെസ്റ്റർ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ വലിയ ഒരു പ്ലാന്റ് കെട്ടിപ്പടുത്ത് വലിയ ട്രെയിലറുകളും ട്രക്കുകളും വാങ്ങി കടകളിൽ വിതരണം ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഒരു സംഭവമാണ് പെപ്സി എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒരു നൂറ്റാണ്ടിലധികമുള്ള കഥകൾ പെപ്സിക്ക് പറയാനുണ്ട്. അറിയോ നിങ്ങൾക്ക് ആ കഥ? എന്നാ വരി, ഞാൻ പറഞ്ഞു തരാം. 1893 അമേരിക്കയിലെ കറോലിന എന്ന സ്റ്റേറ്റിൽ ഒരു ഫാർമസിസ്റ്റ് ഒരു ഷോപ്പിൽ ഒരു ഫാർമസിയിൽ ജോലി ചെയ്തിരുന്നു. അക്കാലത്ത് അമേരിക്കയിലെ ഫാർമസികളിൽ മരുന്നുകൾ മാത്രമായിരുന്നില്ല വിറ്റിരുന്നത്. ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾ, കൊക്കക്കോള പോലുള്ള, അന്ന് കൊക്കക്കോള മാർക്കറ്റിലുണ്ട്, അതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും എനർജി പാനീയങ്ങളും അതുപോലെ തന്നെ ടോണിക്കുകളെല്ലാം അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. അങ്ങനെ തൻ്റെ ഫാർമസിയിൽ കസ്റ്റമേഴ്സ് ഇത് തേടി വരുമ്പോൾ ആ ഫാർമസിയിലുണ്ടായിരുന്നൊരു യുവാവ് പേര് കാലിക് ബ്രാഡ്ഹാം എന്നാണ്. അദ്ദേഹത്തിന് ചെറിയൊരു ആശയം തോന്നി, എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിറ്റുകൂടാ? ആ ഒരു ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ആ പരീക്ഷണം വിജയിപ്പിച്ചെടുത്തു. അതിന് അദ്ദേഹം ഒരു പേരും നൽകി, ബ്രാഡ്സ് ഡ്രിങ്ക്. അദ്ദേഹം തൻ്റെ ഷോപ്പിൽ വരുന്ന, തൻ്റെ ഫാർമസിയിൽ വരുന്ന ആളുകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ പാനീയത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അവർ വീണ്ടും വീണ്ടും തേടിയെത്തി. ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു ഈ അദ്ദേഹത്തിന് പുതിയൊരു പേരിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനം വന്നു. അങ്ങനെ 1898 അദ്ദേഹം ഇതിൻ്റെ പേര് പുതിയ പേരിലേക്ക് മാറി. പെപ്സി കോള എന്നായിരുന്നു അദ്ദേഹം പുതിയ നൽകിയ പേര്. ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് കടമെടുത്താണ് അദ്ദേഹം ഈ ഒരു പേര്, പെപ്സി എന്ന പേര് നൽകുന്നത്. കാലം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉൽപ്പന്നത്തിന്, പെപ്സി കോളയ്ക്ക് നല്ല പ്രചാരണം ലഭിച്ചു. ആളുകൾ കൂടുതൽ ഇതിനെ തേടിയെത്തി. അദ്ദേഹം 1902 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് ഈ ഒരു ഷോപ്പിലുള്ള വിൽപ്പന മാത്രം പോരാ, ഒരു കമ്പനിയായി തുടങ്ങണം. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചെറിയൊരു കമ്പനി തുടങ്ങി, പെപ്സി കോള കമ്പനി. 1 വർഷത്തിനകം അദ്ദേഹം ഈ പെപ്സി കോള കമ്പനി രജിസ്ട്രേഡ് ട്രേഡ് മാർക്കോടുകൂടി വിതരണം ആരംഭിച്ചു. അമേരിക്കയിലും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിലും മറ്റു സ്റ്റേറ്റുകളിലേക്കുമെല്ലാം ഇതിൻ്റെ പ്രചാരണം എത്തിത്തുടങ്ങി. ആളുകളിൽ നിന്നുള്ള പ്രതികരണം നന്നായപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ഏതൊരു സംരംഭത്തിനും വിജയം മാത്രമല്ല, പ്രതിസന്ധികളുമുണ്ടാവും. കാലിബും നേരിട്ടു പ്രതിസന്ധി. 1923 ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ കാരണം അമേരിക്കയിൽ പഞ്ചസാരയുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു. ഒരു സംരംഭകൻ എന്ന നിലയിൽ അദ്ദേഹം ഇതിനെ തടയിടാൻ വേണ്ടി, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നേരിടാൻ വേണ്ടി ആവശ്യത്തിലധികം പഞ്ചസാര സ്റ്റോക്ക് ചെയ്തു വെച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു പഞ്ചസാരയുടെ വില കുത്തനെ താഴ്ന്നത്. അദ്ദേഹം സാമ്പത്തികമായി പ്രതിസന്ധിയിലായി, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ അവസാനം പാപ്പരായി പ്രഖ്യാപിച്ചു. ക്രാവൻ ഹോൾഡിംഗ് എന്ന കമ്പനി ഈ ഒരു പെപ്സി കോള കമ്പനിയെ വാങ്ങുന്ന 1923. അതിൻ്റെ ബ്രാൻഡിൻ്റെ ട്രേഡ് മാർക്ക് അവർ വാങ്ങി. അതിൻ്റെ റെസിപ്പി, ഇതിൻ്റെ ഉൽപ്പാദിപ്പിക്കാനുള്ള റെസിപ്പി, നിർമ്മാണാവശ്യത്തിനുള്ള റെസിപ്പി വാങ്ങി. അതുപോലെ തന്നെ ഈ ബ്രാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക വസ്തുക്കളും അവർ പണം കൊടുത്ത് വാങ്ങി കാരിബിൽ നിന്ന്. ഏകദേശം $30,000
അന്ന് ഈ കാര്യങ്ങൾക്ക് അദ്ദേഹം അവരിൽ നിന്ന് ഈടാക്കിയത്. വിചാരിച്ച പോലെ ഈ ക്രാവൻ കമ്പനിക്ക് ഈ പെപ്സി കോള കമ്പനിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവർ പെപ്സിയുടെ അവകാശങ്ങൾ റോയ് സി മെഗ്രാജൽ എന്ന പുതിയൊരു കമ്പനിക്ക് കൈമാറി. ആ കമ്പനിക്കും പെപ്സിയെ അവർ പ്രതീക്ഷിച്ച പോലെ വിജയിപ്പിച്ചെടുക്കാനും സാധിച്ചില്ല. 1931 ലോഫ്റ്റ് ഐഎൻസിയുടെ പ്രസിഡൻ്റായിരുന്ന ചാൾസ് ജി ഗുത്ത് ഈ കമ്പനിയെ ഏറ്റെടുത്തു. അദ്ദേഹം ഏറ്റെടുക്കുന്നതോടുകൂടെ തന്നെ ചില കച്ചവട തന്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു. അത് വിജയകരമായി. ഒന്നാമത്തെ കാരണം കുറഞ്ഞ അളവിൽ കൂടുതൽ ഉൽപ്പന്നം എന്ന, അതായത് അന്നത്തെ 5 അമേരിക്കൻ സെൻറ്റിന് 12 ഔൺസ് അളവിൽ അദ്ദേഹം വിൽപ്പന ആരംഭിച്ചു. ആളുകൾ മറ്റു കോളുകളിൽ നിന്ന് ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചു. അത് വൻ വിജയമായിരുന്നു. 1965 പെപ്സി കോള കമ്പനി ഫ്രിറ്റോല എന്ന മറ്റൊരു കമ്പനിയെ കൂടി ഏറ്റെടുത്ത് ഇതിൻ്റെ പേര് പെപ്സിക്കോ എന്ന ബ്രാൻഡാക്കി മാറ്റി. പുറമെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് പോലും അവരുടെ ഉൽപ്പാദനം അവർ വ്യാപിപ്പിച്ചു. 70കളിലും 80കളിലും അവർ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാറ്റി. അതിനിടയ്ക്ക് കൊക്കക്കോളയുമായി കോളാവാർ നടത്തി. ആ കോളാവാറിന് ശേഷം അവർ അവിടെ മാർക്കറ്റിംഗ് തന്ത്രം യുവാക്കളെ ഫോക്കസ് ചെയ്ത് അവരുടെ ആകർഷിക്കുന്ന മേഖലകളിൽ അവർ പരസ്യങ്ങൾ നൽകി. പ്രത്യേകിച്ച് കായികം, വിനോദം, കല എന്ന മേഖലകളിലെല്ലാം അവരവരുടെ പരസ്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇന്ത്യയിലും അവർ ക്രിക്കറ്റിലും അതുപോലെ യുവാക്കളെ ആകർഷിക്കുന്ന എല്ലാ കായിക രംഗത്തും അവരവരുടെ പരസ്യങ്ങൾ വർദ്ധിപ്പിച്ച് യുവാക്കളെ ആകർഷിച്ചു. പിന്നീട് ട്രോപ്പിക്കാന, കോക്കർ ഓട്സ്, ഗറ്ററേഡ്, ലേസ്, ഇങ്ങനെ ഒരു സാധാരണക്കാരനായ ഫാർമസിസ്റ്റിൻ്റെ പരീക്ഷണം. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പരാജയം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അത് ഏറ്റെടുത്ത കമ്പനി ഉടമകൾ കാലത്തിനനുസരിച്ച് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പ്രചാരണ രീതികളും മാറ്റിയപ്പോൾ ഇന്ന് ലോകത്തിൽ ആർക്കും മറികടക്കാൻ പറ്റാത്ത വിധം വിജയഗാഥ രചിച്ച ഒരു കമ്പനിയാണ് പെപ്സി കമ്പനി അഥവാ പെപ്സിക്കോ. ഇത് നമുക്കും പ്രചോദനമാണ്.